ഇന്നലെ ലോക്സഭ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ എത്തിയേക്കും. എന്നാൽ സഭയുടെ അജണ്ടയിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അധിക അജണ്ടയെ ബിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത. അതേസമയം വിപ്പുണ്ടായിട്ടും ഇന്നലെ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ എത്താത്തത് വിവാദമായിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, ഇന്നലെ ലോക്സഭയിൽ പാസ്സായ ബില്ല് സ്വാഭാവികമായും ഇന്ന് രാജ്യസഭയിലേക്ക് എത്തുമെന്ന് കരുതിയതാണ്, എത്തേണ്ടതുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് രാജ്യസഭയുടെ സ്വാഭാവിക അജണ്ടയിലേക്ക് വരാത്തത്? ഹാഷ്മി, ഇന്നലെ തന്നെ ഈ 8 മണിക്കൂറായിരിക്കും ഈ ബില്ലിന്മേൽ ചർച്ച എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലോക്സഭയിൽ ഈ ബില്ലിന്മേലുള്ള ചർച്ച ഏതാണ്ട് 12 മണിക്കൂറോളം നീണ്ടുനിന്നു. അതിനുശേഷം പിന്നീട് മന്ത്രിയുടെ മറുപടി പ്രസംഗം ഉണ്ടായിരുന്നു, അത് ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടുനിന്നു. ഈ വോട്ടെടുപ്പ് നടപടിക്രമങ്ങളൊക്കെയായി ഇന്നലെ ലോക്സഭ പിരിഞ്ഞത് തന്നെ രാത്രി ഏതാണ്ട് 2:30 കൂടിയാണ്. അതിൻ്റെ ഒരു സ്വാഭാവിക നടപടി എന്ന രീതിയിലാണ് ഇത് വൈകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ നിലവിൽ ഈ അജണ്ടകളിലൊന്നും തന്നെ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ അധിക അജണ്ടയായി ഇതിൽ ഉൾപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ ബില്ല് ഇന്ന് രാജ്യസഭയിൽ കൊണ്ടുവരുമെന്ന് ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ഈ സഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. ഒരുപക്ഷെ അധിക അജണ്ടയായി ഉൾപ്പെടുത്തി ബില്ല് ഇന്ന് രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് നീക്കം നടക്കുന്നത്. ഇന്നലെയും ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ലോക്സഭയിൽ ഉണ്ടായിരുന്നു. ബില്ലിനെ 232 പേർ എതിർത്തപ്പോൾ അതിന് 288 പേർ ബില്ലിനെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. NK പ്രേമചന്ദ്രൻ, ഒപ്പം തന്നെ KC വേണുഗോപാൽ, ET മുഹമ്മദ് ബഷീർ, K രാധാകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ തന്നെ വോട്ടിനിട്ട് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇത് മുസ്ലിം വിഭാഗങ്ങൾക്ക് എതിരല്ല എന്നും ഈ വഖഫിന്റെ ഈ ഭൂമി കൈകാര്യം ചെയ്യുന്നതിൽ ഒരു സുതാര്യത കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ളൊരു നടപടി മാത്രമാണെന്നുമായിരുന്നു മന്ത്രി വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കേരളത്തിന്റെ മുനമ്പം വിഷയമടക്കം ഇന്നലെ ലോക്സഭയിൽ സൂചിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. ഈ ബില്ല് കൊണ്ടുവരികയാണെങ്കിൽ മുനമ്പം വിഷയത്തിന് പരിഹാരമാകുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഏതാണ്ട് 2 മണിയോടുകൂടി തന്നെ ലോക്സഭ ബില്ല് പാസാക്കി. ഇന്ന് ആ ബില്ല് സ്വാഭാവികമായും രാജ്യസഭയിലേക്ക് എത്തും. പക്ഷേ നിലവിൽ ഇതുവരെയും ഈ അജണ്ടയിൽ ചേർത്തിട്ടില്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ അധികമായി അജണ്ടയിൽ ഉൾപ്പെടുത്തി ഇത് രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് നീക്കം നടക്കുന്നത്. രാജ്യസഭയിലും ഏതാണ്ട് 8 മണിക്കൂർ തന്നെയാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടുണ്ടാവുക. സ്വാഭാവികമായും ഇവിടെയും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടാകും. ഈ രാജ്യസഭ കൂടി ബില്ല് അംഗീകരിച്ചാൽ ബില്ല് പിന്നീട് രാഷ്ട്രപതിക്ക് കൈമാറുകയും രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുകയും ചെയ്തതോടെ വഖഫ് നിയമ ഭേദഗതി ബില്ല് അത് നിയമമായി മാറും. ഇതിനോടകം തന്നെ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത് ഈ വഖഫ് ബില്ലിന്റെ ചർച്ചകൾ ലോക്സഭയിൽ നടക്കുന്ന ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി വിപ്പ് ലംഘിച്ചു എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ 3 വരി വിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസും വിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏതാണ്ട് 1 മണിക്കൂറോളം വൈകിയാണ് സഭയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ഈ ചർച്ചയിൽ സംസാരിച്ചിട്ടില്ല എങ്കിലും ഈ ചർച്ചകൾ നടക്കുമ്പോൾ അദ്ദേഹം സഭയിലുണ്ടായിരുന്നു. പക്ഷേ ഈ ചർച്ചകളിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. രാത്രിയും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വോട്ടെടുപ്പും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധവും ഒക്കെ ഉണ്ടാകുമ്പോഴും പ്രിയങ്ക ഗാന്ധി സഭയിലുണ്ടായിരുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ഈ വിപ്പ് ലംഘനം തന്നെയാണ് പ്രിയങ്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നേതാക്കൾ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രിയങ്ക ഇതിൽ നിന്ന് വിട്ടുനിന്നെന്നുള്ള കാര്യമൊന്നും തന്നെ കോൺഗ്രസ് ഇതിനോടകം വ്യക്തമാക്കുന്നില്ല. എന്താണെങ്കിലും പ്രിയങ്കയുടെ അസാന്നിധ്യം അത് വലിയ വിവാദങ്ങളിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബില്ല് രാജ്യസഭയിൽ ഇന്ന് രാവിലെയോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഹാഷ്മി, വിനിത വിജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് എത്താതിരുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയാവുന്നുണ്ട്.